നാരായണ 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 സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഭാഗവത പ്രേമികളായ സജ്ജനങ്ങളെ വിനീതമായി നമസ്കരിക്കുന്നു. വിദുരോദ്ധവ സംവാദ പ്രകരണത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ശ്രീകൃഷ്ണൻ്റെ ബാലലീലകളെ ഭക്തോത്തമനായ ഉദ്ധവരുടെ വാക്കുകളിലൂടെ നാം കേട്ടുകൊണ്ടിരുന്നു. അവ നമ്മുടെ മനസ്സിലേക്ക് എത്തി. ഇവിടെ തൃതീയ സ്കന്ധത്തിലെ 3-ാം അധ്യായത്തിൽ മഥുരാപുരിയിലേക്ക് പോയ ശേഷം ഭഗവാൻ ശ്രീകൃഷ്ണൻ കാട്ടിയ ലീലകളെ ഉദ്ധവർ വിതുരരെ പറഞ്ഞു കേൾപ്പിക്കുകയാണ്. തതസ്സാഗത്യപുരം സ്വപിത്രോശ്ചികീർഷയാ ശംബലദേവ സംയുത നിവാത്യ തുങ്കാൽ രിപുയൂഥനാഥം ഹതം വ്യകർഷദ്വ്യസുമോജസുർവ്യം. ശ്രീകൃഷ്ണൻ ജ്യേഷ്ഠനായ ബലരാമനോടുകൂടി മധുരാപുരിയിൽ എത്തിച്ചേർന്നു. സ്വന്തം മാതാപിതാക്കളുടെ പ്രീതിക്കായിട്ട് ശത്രുക്കളിൽ പ്രമുഖനായ കംസനെ മഞ്ചത്തിൽ നിന്ന് വലിച്ചു താഴേക്ക് വീഴ്ത്തിയിട്ട് കൊന്നുകളഞ്ഞു. പ്രാണൻ നശിച്ച ആ ദേഹം മണ്ണിലിട്ട് ഇഴച്ചു. കംസവധത്തിന് ശേഷം ശ്രീകൃഷ്ണ ബലരാമന്മാർ വിദ്യാഭ്യാസത്തിനായി സാന്ദീപനി മുനിയുടെ ഗൃഹത്തിൽ ചെന്നു. അവിടെ ഗുരുകുലവാസം. സന്ദീപനിമുനിം ഗത്വാ വന്ദിച്ചാരവരഞ്ജസ ത്വൽപ്രസാദേന ശാസ്ത്രങ്ങൾ അഭ്യസിച്ചാരനാകുലം. കുഞ്ചൻ നമ്പ്യാര് ശ്രീകൃഷ്ണചരിതം മണിപ്രവാളത്തിൽ വർണ്ണിച്ചത് അവരുടെ വിദ്യാഭ്യാസം അനാകുലമായിരുന്നു എന്നാണ്. അത് വളരെ സുഗമമായി തന്നെ നടന്നു. ഒരു പ്രാവശ്യം ഗുരുമുഖത്ത് നിന്ന് കേട്ടതെല്ലാം ഹൃദയസ്ഥമാക്കിയ ഭഗവാൻ വേദത്തെ ഷഡംഗാദി സഹിതം ഗ്രഹിച്ചുകൊണ്ട് വിദ്യാഭ്യാസം പൂർത്തീകരിച്ചു. അതിനുശേഷം പഞ്ചജനൻ എന്ന ജലജന്തു വിഴുങ്ങിയ ഗുരുപുത്രനെ വീണ്ടെടുത്ത് ഗുരുദക്ഷിണയായി നൽകിക്കൊണ്ട് ഗുരുവിൻ്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതനായി. യൗവനാരംഭം. ഭീഷ്മക കന്യകയായ രുക്മിണിയെ ആഗ്രഹിച്ച് സ്വയംവരവേദിയിൽ എത്തിയ രാജാക്കന്മാരെയെല്ലാം അനായാസം പരാജയപ്പെടുത്തിക്കൊണ്ട് ഗാന്ധർവ വിധിപ്രകാരം വിവാഹം ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ട് അപഹരിച്ചു കൊണ്ടുപോയി. സമാഹുത ഭീഷ്മക കന്യയായേ ശ്രിയസവർണേന ബുഭൂഷേഷാം ഗാന്ധർവവൃത്യാ മിഷതാം സ്വഭാഗം യഹ്രേ പദം മൂർധ്നി ദധത് സുപർണ. സമാഹുത എന്ന പദം ശ്രദ്ധിക്കുക. ലക്ഷ്മി ഭഗവതിക്ക് തുല്യമായ ഐശ്വര്യമുള്ളവളാണ് രുക്മിണി. ആ രുക്മിണിയുടെ രൂപ സൗന്ദര്യം കണ്ട് മോഹിച്ച് എത്തിയവരാണ് ആ രാജാക്കന്മാർ എല്ലാം. വീരന്മാരായ ആ രാജാക്കന്മാരെ എല്ലാം തോൽപ്പിച്ചിട്ടാണ് ഭഗവാൻ തനിക്ക് അവകാശപ്പെട്ട ആ കന്യകയെ സ്വന്തമാക്കിയത് എന്ന് സ്വഭാഗം എന്ന പദം കൊണ്ട് അറിയണം. അവൾ ശ്രീകൃഷ്ണനിൽ ആത്മസമർപ്പണം ചെയ്തതുമാണ്. പിന്നീട് കൂറ്റൻ കാളകളെ മൂക്ക് തുളച്ച് കയറിട്ട് പിടിച്ചൊതുക്കി നിർത്തി വീര്യശുൽക്കയായ നാഗ്നജിതിയെ വരിച്ചു. ആ വിധിയിൽ അവളെ കൊതിച്ച് ഭഗവാനോട് ഏറ്റുപുരുതാനെത്തിയ അജ്ഞരെ തനിക്ക് മുറിവേൽക്കാതെ തന്നെ തൻ്റെ ആയുധത്താൽ വകവരുത്തി. പ്രിയപത്നിയായ സത്യഭാമയുടെ ആഗ്രഹപ്രകാരം സ്ത്രീ പരതന്ത്രൻ എന്ന് ഭാവിച്ചുകൊണ്ട് ദേവലോകത്ത് നിന്ന് പാരിജാതം പിഴുതെടുത്ത് കൊണ്ടുവന്നു.
അതിൽ ക്രുദ്ധനായ സ്ത്രീകളുടെ കളിമൃഗം മാത്രമായ ഇന്ദ്രൻ രോഷത്തോടുകൂടി വജ്രവുമേന്തി ഭഗവാനോട് എതിരിട്ടു, ദേവഗണങ്ങളുടെ സഹായത്തോടു കൂടി. എന്നാൽ ഇന്ദ്രന് പരാജയമാണ് ഉണ്ടായത്. ആകാശത്തെ പോലും വിഴുങ്ങാൻ പ്രാപ്തമായ ശരീരത്തോടു കൂടിയ നരകാസുരനെ ചക്രായുധത്താൽ കഴുത്തറുത്തു. ഭൂമിദേവിയുടെ പ്രാർത്ഥനയെ മാനിച്ച് പൗത്രന് രാജ്യം നൽകി. നരകാസുരൻ്റെ അന്തഃപുരത്തിൽ പ്രവേശിച്ച് ബലപ്രയോഗത്താൽ അവിടെ തുറുങ്കിലടയ്ക്കപ്പെട്ട രാജകന്യകമാരെ മോചിപ്പിച്ചു. ഭഗവാനെ കണ്ട് സന്തോഷം, ലജ്ജ, അനുരാഗം എന്നീ വികാരങ്ങളോടുകൂടി നോക്കി നിന്ന അവരെ ആസാം മുഹൂർത്ത ഏകസ്മിന്നാനഗാരേഷു യോഷിതം സവിധം ജിഗൃഹേ വാണീൻ അനുരൂപസ്വമായയാ. ഒരേ മുഹൂർത്തത്തിൽ വിഭിന്നങ്ങളായ ഭവനങ്ങളിൽ വെച്ച് തൻ്റെ മായ കൊണ്ട് ഈ സ്ത്രീകളുടെ കരങ്ങൾ ഗ്രഹിച്ചു. അവർക്ക് അനുരൂപം ആയ രൂപം ധരിച്ച് വിധിപ്രകാരം അവരെ വിവാഹം ചെയ്തു. മായാവൈഭവം തന്നെ. അവരിൽ ഓരോരുത്തരിലും എല്ലാവിധത്തിലും തനിക്ക് ചേർന്ന വിധത്തിലുള്ള 10 വീതം പുത്രന്മാർ പിറന്നു. സൈന്യസമേതരായി തന്നെ നേരിട്ട കാലയവനൻ, ജരാസന്ധൻ, ശാല്വൻ മുതലായവരെ വധിച്ചു. ഭക്തജനങ്ങൾക്ക് അഭൗമമായ തൻ്റെ കീർത്തിപ്രഭാവത്തെ പ്രദാനം ചെയ്തു. ശംബരം ദ്വിവിധം ബാണം മുരം വെല്ലുലമേവ ച അന്യാംശ ദന്തവക്ത്രാദീൻ അവധിയിൽ കാംശഘാതയൽ. ഭഗവാൻ വധിച്ചവരും ഭഗവാന്റെ ഇംഗിതപ്രകാരം വധിക്കപ്പെട്ടവരുമായ ആളുകളാണ് ശംബരൻ, ദ്വിവിധൻ എന്ന വാനരൻ, ബാണൻ, അങ്ങനെ പലരും. പിന്നീട് ധൃതരാഷ്ട്രയുടെയും പാണ്ഡുവിൻ്റെയും പുത്രന്മാരായ കൗരവ പാണ്ഡവന്മാരുടെ പക്ഷങ്ങളിൽ വന്നു ചേർന്ന് അനേകം രാജാക്കന്മാർ കുരുക്ഷേത്ര യുദ്ധത്തിൽ പങ്കെടുത്തു. ആ കുരുക്ഷേത്ര രണാങ്കണത്തിൽ വെച്ച് ആ ക്ഷത്രിയന്മാരെ എല്ലാം പരലോകത്തേക്ക് അയച്ചു. കർണൻ, ദുശാസനൻ, ശകുനി എന്നിവരുടെ ദുരുപദേശത്തിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വന്നത് ദുര്യോധനാണ്. തകർന്നുപോയ തൂടുകളോടുകൂടി ഭൂമിയിൽ വീണുകിടക്കുന്ന ദുര്യോധനൻ ആ കിടപ്പ് കണ്ടിട്ട് പക്ഷേ ഭഗവാൻ സന്തോഷിച്ചിട്ടില്ല. ദ്രോണർ, ഭീഷ്മർ, അർജുനൻ, ഭീമൻ എന്നിവരാൽ ഭൂമിയുടെ ഭാരം ഒട്ടൊന്നു കുറഞ്ഞു. എന്നാൽ തൻ്റെ അംശങ്ങളോടുകൂടിയ യാദവന്മാരുടെ സൈനിക ശക്തി പിന്നെയും ബാക്കിയുണ്ട്. മിഥോയദേശം ഭവിതാ വിവാദോ മധ്വാമദാ താമ്രവിരോചനാനം നൈഷാം വധോപായ യാനതോന്യോ മയ്യുദ്യതേ അന്തർദധതേ സ്വയം സ്മ. അതാണ് അതിനുള്ള ഉപായം. ഇവർ മദ്യത്തിൻ്റെ ലഹരിയിൽ അന്യോന്യം കലഹിക്കുന്നത് തന്നെ ഇവരുടെ വിനാശത്തിനുള്ള ഉപായം. ഞാൻ അതിനായി ഒരുങ്ങുമ്പോൾ അവരും സ്വയം ഇല്ലാതാകും. ഇങ്ങനെയൊക്കെ ചിന്തിച്ചുറപ്പിച്ച ശ്രീകൃഷ്ണൻ ധർമ്മപുത്രരെ സ്വരാജ്യത്ത് വാഴിച്ചു. സജ്ജനങ്ങൾക്ക് ചേർന്ന വിധം ധർമ്മം ഉപദേശിച്ചു നൽകി. പൂരുവിൻ്റെ സന്താനതന്തുവായ അഭിമന്യുവിനാൽ ഉത്തരയിൽ ആധാനം ചെയ്യപ്പെട്ട ഗർഭസ്ഥ ശിശു അശ്വത്ഥാമാവിൻ്റെ ബ്രഹ്മാസ്ത്രത്താൽ ഇല്ലാതായിത്തീരുന്നതിൽ നിന്ന് ഭഗവാൻ കാത്തുരക്ഷിച്ചു. ധർമ്മപുത്രരെ കൊണ്ട് 3 അശ്വമേധയാഗങ്ങൾ നിർവഹിപ്പിച്ചു. ധർമ്മപുത്രർ അനുജന്മാരോടുകൂടി ശ്രീകൃഷ്ണൻ്റെ ഉപദേശപ്രകാരം ഭൂമിയെ നന്നായി പരിപാലിച്ചു.
ഭഗവാനപി വിശ്വാത്മാ ലോകവേദപഥാനുഗ കാമാൻ സിഷേവേ. ഭഗവാൻ വിശ്വമൂർത്തിയാണ് എന്നിരിക്കലും ലോകാചാരം, വേദവിധി എന്നിവയെ അനുസരിച്ചു പ്രകൃതി പുരുഷ വിവേകാത്മകമായ ജ്ഞാനയോഗത്തെ അടിസ്ഥാനമാക്കി അനാസക്തനായിട്ട് ദ്വാരകാപുരിയിൽ സുഖിച്ചു വാണു. സ്നേഹാർദ്രമായ പുഞ്ചിരി, അമൃതവചനം, നിർദോഷമായ പെരുമാറ്റം, ഐശ്വര്യമുള്ള തിരുവുടൽ ഇവയെക്കൊണ്ട് സകലരെയും, പ്രത്യേകിച്ച് യാദവരെ രമിപ്പിച്ചു. സ്ത്രീജനങ്ങൾക്കാകട്ടെ പ്രിയം നൽകി അവരെയും രമിപ്പിച്ചു. അനേക കാലം അങ്ങനെ കഴിഞ്ഞ ഭഗവാന് ഗൃഹസ്ഥാശ്രമധർമ്മങ്ങളായ കാമഭോഗോപായങ്ങളിൽ വിരക്തി തോന്നിത്തുടങ്ങി. ദൈവാധീനേഷു കാമേഷു ദൈവാധീന സ്വയം പുമാൻ കോ വിശ്രംഭേദയോഗേന യോഗേശ്വരമനുവ്രത. ഈശ്വരേച്ഛയ്ക്ക് അടിമയായ ഏതൊരുവനും യോഗസാധനയിലൂടെ യോഗഫലദാതാവായ ശ്രീകൃഷ്ണനെ അനുവർത്തിച്ചാൽ ഈശ്വരേച്ഛയ്ക്ക് കീഴൊതുങ്ങുന്ന കാമങ്ങളിൽ അഥവാ ഭോഗസുഖങ്ങളിൽ വിശ്വാസം അർപ്പിക്കും. പുര്യാം കഥാചിത് ക്രീഡദ്ഭിർ യദുഭോജകുമാരകൈ കോപിതാമനേശേപോർ ഭഗവൻ മതകോവിദ. ഒരിക്കൽ ദ്വാരകാപുരിയിൽ ക്രീഡകളിൽ മുഴുകിയിരുന്ന യദുവംശജരായ കുമാരന്മാർ അവിടെ എത്തിച്ചേർന്ന മുനിമാരോട് ആഹിതം പ്രവർത്തിച്ചു. ഭഗവൻ മതം അറിയാവുന്ന ആ മുനിപുങ്കവന്മാർ അവരെ ശപിച്ചു. ഭഗവൻ മതകോവിദ എന്ന പ്രയോഗം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇതെല്ലാം സംഭവിക്കുന്നത് ഭഗവാന്റെ ഇംഗിതം അനുസരിച്ച് തന്നെയെന്ന് വ്യക്തം. കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഈശ്വര മായാവൈഭവം കൊണ്ട് വിമോഹിതരായ ഭോജവൃഷ്ണി അന്ധകന്മാർ യദുവംശജർ പ്രഭാസ തീർത്ഥത്തിൽ ചെന്ന് സ്നാനാദികൾ ചെയ്ത് പിതൃക്കൾ, ദേവന്മാർ, ഋഷിമാർ എന്നിവർക്കായി വിധിയാംവണ്ണം തർപ്പണം ചെയ്ത് അതിനുശേഷം ബ്രാഹ്മണരെ സന്തോഷിപ്പിക്കാനായി ഗുണമുള്ള പശുക്കളെയും മറ്റും ദാനം ചെയ്തു. ഹിരണ്യം രജതം ശയ്യാം വാസാംസ്യജിനകമ്പിളാൻ യാനം രഥാനിഭാൻ കന്യാധരം വൃത്തികരീമപി അന്നം ജ്യോരസം തേഭ്യോ ദത്വാ ഭഗവതർപ്പണം ഗോവിപ്രാർത്ഥാസവ ശൂര പ്രണേമോർഭുവി മൂർധഭി. സ്വർണം, വെള്ളി, ശയനോപകരണങ്ങൾ, വസ്ത്രങ്ങൾ, മാൻതോൽ, കമ്പിളി വസ്ത്രങ്ങൾ, വാഹനം, തേര്, ആന, കന്യകമാർ, ഉപജീവനാർത്ഥം ഭൂമി, സ്വാദിഷ്ടഭോജനം എന്നിവയെല്ലാം ബ്രാഹ്മണർക്ക് ഈശ്വരാർപ്പണമായി ദാനം ചെയ്തു. ഗോക്കളുടെയും ബ്രാഹ്മണരുടെയും സേവ ധർമ്മമാക്കിയ ആ വീരയാദവന്മാർ ഭൂമിയിൽ ശിരസ്സുകൊണ്ട് പ്രണമിച്ചു. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ നിർദ്ദേശമനുസരിച്ച് പ്രഭാത തീർത്ഥത്തിൽ ചെന്ന് സ്നാനാദികളും കഴിച്ച് സൽക്കർമ്മങ്ങളിൽ വ്യാപൃതരായ യദുവംശജരായ ഭോജവൃഷ്ണി അന്ധകന്മാരുടെ അവസാന നാളുകൾ അടുക്കുകയാണ്. അതാണിവിടെ വർണ്ണിക്കുന്നത്. പിന്നീട് എന്തൊക്കെയാണ് ഉണ്ടായതെന്ന് അടുത്ത അധ്യായത്തിൽ വർണ്ണിക്കുന്നു. ഇവിടെ വളരെ സംക്ഷേപമായിട്ടാണ് ഈ യദുവംശജരായ ഭോജവൃഷ്ണി അന്ധകന്മാരുടെ ചെയ്തികളെക്കുറിച്ച് സൂചിപ്പിച്ചത്. അത് വളരെ വിസ്തരിച്ച് ഏകാദശത്തിൽ വർണ്ണിക്കുന്നതാണ്. തൃതീയ സ്കന്ധം 3-ാം അധ്യായത്തിൻ്റെ സാര സംഗ്രഹമായ ഈ വാക്കുകൾ ഭഗവത് പാദങ്ങളിൽ അർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം
ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരേ നമ. ശ്രീ ഗുരുവായൂരപ്പ ശരണം.